തമിഴകത്ത് ശശികലയ്ക്ക് വീണ്ടും തിരിച്ചടി. 3 എംപിമാർ കൂടി പനീർശെൽവം ക്യാമ്പിലേക്ക് കൂറുമാറി. ഇതോടെ പനീർശെൽവത്തെ പിന്തുണയ്ക്കുന്ന എംപിമാരുടെ എണ്ണം 10ആയി. റിസോർട്ടിൽ നിന്ന് പുറത്തുവിടണമെന്ന് 20 എംഎൽഎമാർ ശശികലയോട് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. അതേസമയം സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഡിഎംകെയും രംഗത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി മനു ചേരുന്നു. മനു, ഇതിനിടയിൽ ഏറ്റവും പുതുതായി ഉണ്ടായ സംഭവ വികാസം ശശികല വീണ്ടും എംഎൽഎമാരെ കാണാൻ കൂവത്തൂരിലുള്ള റിസോർട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 20 എംഎൽഎമാർ പനീർശെൽവത്തിലെ അടുത്തേക്ക് പോകണമെന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ ശശികല പറഞ്ഞ സമയം 4 മണി കാണിക്കാനിരിക്കുന്നു. എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടക്കുന്നത്? നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളും പനീർശെൽവത്തിന് അനുകൂലമാകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എസ് രാജേന്ദ്രൻ എം പി, ഇതോടൊപ്പം രാജ്യസഭാ എം പി കൂടിയായ ലക്ഷ്മണൻ, പെരുമ്പല്ലൂർ എം പി മരുതരാജൻ, തൂത്തുക്കുടി എം പി ജയ്സിംഗ് ത്യാഗരാജൻ, വേലൂർ എം പി സെങ്കുട്ടവൻ എന്നിവർ പനീർശെൽവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ഇതോടെ 10 എംപിമാർ പനീർശെൽവത്ത് പക്ഷത്തേക്ക് കൂറുമാറിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരപ്രകാരം 7 എംഎൽഎമാരുടെ പിന്തുണ പനീർശെൽവത്തിനുണ്ട് എന്നതാണ്. 2 രാജ്യസഭാ അംഗങ്ങളുടെയും 8 ലോക്സഭാ അംഗങ്ങളുടെയും പിന്തുണ കൂടി പനീർശെൽവത്തിന് ലഭിച്ചിരിക്കുന്നു. 20 എംഎൽഎമാർ റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്ന 20 എംഎൽഎമാർ കൂടി പനീർശെൽവത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇവരെ പുറത്തേക്ക് വിടുന്നില്ല ശശികലയെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്കായി ശശികല പോലീസ് ഗാർഡനിൽ നിന്ന് ഗോൾഡൻ ബേ റിസോർട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കും. 4 മണി വരെയാണ് ഗവർണറുടെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു എന്ന് ശശികല വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശശികല ഗവർണർക്ക് കത്തയച്ചിരുന്നു. പക്ഷേ ഇതുവരെയും കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ സമയം അനുവദിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ സത്യാഗ്രഹത്തിന് ശശികല ഈ ജയലളിതയുടെ സമാധി മണ്ഡപത്തിൽ ഇരിക്കാനുള്ള പദ്ധതി ഇടുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇത്തരം നീക്കങ്ങൾ സംബന്ധിച്ചുള്ള എംഎൽഎമാരുടെ പിന്തുണയും ഈ കൂടിക്കാഴ്ചയിൽ ശശികല തേടിയേക്കുമെന്നാണ് അറിയുന്നത്. ഈ ഒരു സാഹചര്യത്തിലും കൂടുതൽ എംഎൽഎമാർ പനീർശെൽവത്തിന്റെ പക്ഷത്തേക്ക് മാറുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇതിനിടയിലും ഗവർണർ മൗനം തുടരുകയാണ്. ഇതുവരെയും ശശികലയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുന്നില്ല. സോളിസിറ്റർ ജനറൽ സോളി സൊറാബ്ജിയുമായി ഫോണിലൂടെ ഗവർണർ സി വിദ്യാസാഗർ റാവു ബന്ധപ്പെട്ടു. ഇനിയും കൂടുതൽ സമയം സർക്കാർ രൂപീകരണത്തിന് ക്ഷണം നൽകാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് അപകടം എന്നാണ് സോളി സൊറാബ്ജി നിയമോപദേശം നൽകിയിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനിടയിൽ നടൻ രാമരാജനും സംവിധായകൻ ഭാഗ്യരാജും പനീർശെൽവത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. ഇത്തരമുള്ള നീക്കങ്ങൾ പനീർശെൽവത്തിന് അനുകൂലമാവുകയാണ്. ഇതിനിടയിൽ നിർണായകമായ തന്ത്രങ്ങൾ മെനയാൻ ശശികല ഇപ്പോൾ വീണ്ടും റിസോർട്ടിലേക്ക് തിരിച്ചിരിക്കുകയുമാണ്. സോമി, മനു, ഇത്തരത്തിൽ സോളിസിറ്റർ ജനറൽ ഇങ്ങനെ ഒരു നിയമോപദേശം നൽകിയ സാഹചര്യത്തിൽ, അതായത് സത്യപ്രതിജ്ഞ സർക്കാർ രൂപീകരിക്കാൻ വിളിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നത് ശരിയാകില്ല എന്ന തരത്തിൽ നിയമോപദേശം നൽകുന്ന സാഹചര്യത്തിൽ ഗവർണർ ശശികലയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ ശശികലയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ സമയം അനുവദിച്ചില്ലെങ്കിലും ഈ സുബ്രഹ്മണ്യൻ സ്വാമിയുമായി കൂടിക്കാഴ്ച ഗവർണർ നടത്തിയിരുന്നു എന്നതാണ്. സുബ്രഹ്മണ്യൻ സ്വാമി മുന്നോട്ട് വച്ചിരുന്ന ആവശ്യങ്ങൾ ശശികലയെ സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കണം എന്നതാണ്. പക്ഷേ ഈ ആവശ്യം ബിജെപിയുടേതല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ദേശീയ സെക്രട്ടറി എച്ച് രാജ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം നീക്കങ്ങൾ വ്യക്തമാണ്. അതായത് പനീർശെൽവത്തിന് എംഎൽഎ ആയ പനീർശെൽവത്തെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കുക എന്ന നീക്കമാണ് ഗവർണർ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശവുമാണ് ഗവർണർക്ക് ലഭിച്ചിരുന്നത്. സുപ്രീം കോടതി വിധി, ഈ ശശികല ഉൾപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ സുപ്രീം കോടതി വിധി അടുത്ത ആഴ്ച വരാനിരിക്കുകയാണ്. ഈ വിധി വന്നതിന് ശേഷം ഒരു സർക്കാർ രൂപീകരണത്തിന് പനീർശെൽവത്തെ ക്ഷണിക്കുക എന്ന ധാരണയിലാണ് ഗവർണർ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും സുപ്രീം കോടതി വിധി ഈ ശശികലയ്ക്ക് എതിരായി വരാനാണ് സാധ്യത എന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു കാലതാമസവും മൗനവും ഗവർണർ തുടരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ ഇനിയും 4 മണി വരെയും സമയം അനുവദിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോഴാണ് പരസ്യമായി തന്നെ ഗവർണർക്കെതിരെ രംഗത്തെത്താൻ ശശികല വിഭാഗം തീരുമാനിക്കുന്നത്. അവസാന ഘട്ടം എന്നോണം ജയലളിതയുടെ സമാധി മണ്ഡപത്തിലെത്തി ഗവർണർക്കെതിരെ പരസ്യ സമരം പ്രഖ്യാപിക്കാനാണ് ശശികലയുടെ തീരുമാനം. ശശികല ഈ സമാധി മണ്ഡപത്തിലെത്തി സത്യാഗ്രഹം തന്നെ ഇരുന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ വൈകാരികമായും പിന്തുണ നേടാനാകുമെന്നാണ് ശശികല വിഭാഗം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്ത് സംഭവിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അനുസരിച്ച് പനീർശെൽവവും ഇപ്പോൾ റിസോർട്ടിലേക്ക്, കുവത്തൂരിലേക്ക് തിരികെ
പിന്തുണയ്ക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു ബലാബല പരീക്ഷണം തന്നെയായിരിക്കുമല്ലോ അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ശശികല ക്യാമ്പിലുള്ള 20 MLA-മാർ കൂടി പന്നീർശെൽവത്തോട് ഒപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അങ്ങനെ വിലയിരുത്തണം. 20 MLA-മാർ പരസ്യ പിന്തുണ പനീർസെൽവത്തിന് നൽകാൻ തയ്യാറാണ്. ഇവരെ ശശികല ഭീഷണിപ്പെടുത്തി റിസോർട്ടിനുള്ളിൽ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്ന വാദമാണ് പനീർസെൽവ വിഭാഗം ഉയർത്തിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ശശികല റിസോർട്ടിലേക്ക് തിരിക്കുന്നതിന് തൊട്ടു പിന്നാലെ പനീർസെൽവവും റിസോർട്ടിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള ഈ കൂവത്തൂരിലെ റിസോർട്ടിലേക്ക് ശശികലയും പനീർസെൽവവും തിരിക്കുന്നു. കൂടുതൽ MLA-മാരുടെ പിന്തുണ കരസ്ഥമാക്കാനാകുമെന്ന് പനീർസെൽവം അവകാശപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ശശികലയുടെ അടുത്ത അനുയായിയും MLA-യുമായ തങ്കത്തമിഴ് ശെൽവൻ മാധ്യമങ്ങൾ മുമ്പാകെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. 94 MLA-മാരാണ് ഇപ്പോൾ ഈ ഗോൾഡൻ ബേ പഞ്ചനക്ഷത്ര റിസോർട്ടിലുള്ളത്. മറ്റു കൂടുതൽ MLA-മാരും തങ്ങൾക്കൊപ്പം തന്നെയാണ്. 128 MLA-മാരുടെ പിന്തുണ ഉറപ്പായും തങ്ങൾക്കൊപ്പം ഉണ്ട് എന്നാണ് ശശികലയുടെ അടുത്ത അനുയായി തങ്കത്തമിഴ് ശെൽവൻ പ്രതികരിച്ചിരിക്കുന്നത്. 117 സീറ്റുകളാണ് മിനിമം ഈ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായുള്ളത്. ഈ 128 പേരുടെയും പിന്തുണയുണ്ടെന്ന് ശശികല വിഭാഗം അവകാശപ്പെടുന്നു. പക്ഷേ ഇതിനിടയിലാണ് 20 MLA-മാർ കൂടി പനീർസെൽവത്തെ പിന്തുണച്ച് രംഗത്തെത്തുന്നു, ഇവരെ ഭീഷണിപ്പെടുത്തി വയ്ക്കുന്നു എന്ന ആരോപണം പനീർസെൽവ വിഭാഗം ഉയർത്തുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. ഈ 18 പേരെയെങ്കിലും തങ്ങളുടെ പക്ഷത്തെത്തിക്കാൻ പനീർസെൽവത്തിന് സാധിച്ചാൽ DMK-യുടെ 89 MLA-മാരും കോൺഗ്രസിന്റെ 8 MLA-മാരും ഇതോടൊപ്പം ലീഗിന്റെ 1 MLA-യും പനീർസെൽവത്തെ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും 117 സീറ്റുകൾ എന്ന കുറഞ്ഞ ഭൂരിപക്ഷം സുഗമമായി മറികടക്കാൻ പനീർസെൽവത്തിന് സാധിക്കുകയും ചെയ്യും. അത്തരം ഒരു സാധ്യത ഉറപ്പായ ശേഷം സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കുക എന്ന നിർദ്ദേശമാണ് ഗവർണർക്ക് ലഭിച്ചിരുന്നത്. അങ്ങനെയുള്ള നാടകീയ നീക്കങ്ങളിലേക്ക് തമിഴ് രാഷ്ട്രീയം കടക്കുന്നു. തീർച്ചയായിട്ടും മനു, വരും മണിക്കൂറുകൾ ഏതായാലും തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമാണ്. ശശികല ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് ആവശ്യപ്പെട്ട സമയം 4 മണിയോടുകൂടി അവസാനിക്കുന്നു. ഇതിനിടയിൽ ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സമരമാർഗവുമായി മുന്നോട്ട് പോകാനാണ് ശശികല ക്യാമ്പിന്റെ തീരുമാനം. അതിനിടയിൽ കൂടുതൽ MLA-മാരും MP-മാരും പനീർശെൽവത്തിന് അനുകൂലമായി മുന്നോട്ട് വരുന്നു. ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്. പാമ്പാടി നെഹ്റു കോളേജിൽ മരിച്ച ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് 5 അധ്യാപകർക്ക് എതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വിവരങ്ങൾ. സോമി, ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന അധ്യാപകൻ CP പ്രവീൺ, വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ എന്നിവരടക്കം 5 പേർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്താനാണ് ഇപ്പോൾ പോലീസ് നീക്കം തുടങ്ങിയിരിക്കുന്നത്. പ്രേരണാകുറ്റം ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ആദ്യ ഘട്ടത്തിൽ ജിഷ്ണുവിന്റെ ആത്മഹത്യ ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ ഈ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് പരീക്ഷാ ഹാളിൽ കോപ്പി അടിച്ചു എന്നൊരു ആരോപണത്തെ തുടർന്നാണ് ജിഷ്ണുവിനെ പരീക്ഷാ ഹാളിൽ വെച്ച് ശകാരിക്കുകയും തുടർന്ന് ഇടിമുറി എന്ന് വിളിക്കുന്ന PRO-യുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ശകാരിക്കുകയും മറ്റും ചെയ്തത്. ഇതിനുശേഷമാണ് ജിഷ്ണുവിന്റെ മരണം സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ജിഷ്ണുവിനെ ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നൊരു ആരോപണം വിദ്യാർത്ഥികൾ ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നു. PRO സംഗീത് വിശ്വനാഥന്റെ നേതൃത്വത്തിൽ ഇടിമുറി എന്നടക്കമുള്ള ഒരു സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അടക്കമുള്ള ആരോപണങ്ങൾ People TV നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു. തുടർന്ന് സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു കോപ്പിയടി അവിടെ നടന്നിട്ടില്ല എന്നും ജിഷ്ണു കോപ്പിയടിച്ചിട്ടില്ല എന്നും അടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമായത്. ജിഷ്ണുവിന്റെ ഒപ്പം പരീക്ഷ എഴുതിയിരുന്ന ആളുകളും വിദ്യാർത്ഥികളും മറ്റും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ കമ്മീഷന് മുന്നിലും പോലീസിന് മുന്നിലും വ്യക്തമാക്കിയത്. ജിഷ്ണു കോപ്പിയടിക്കാനുള്ള സാഹചര്യങ്ങൾ പരീക്ഷാ ഹാളിൽ ഇല്ല എന്ന് തന്നെയാണ് നോർത്ത് സോൺ ADGP പരീക്ഷാ ഹാൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കോപ്പിയടി നടന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയെ അറിയിക്കണമെന്ന ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇക്കാര്യത്തിൽ കോളേജിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ യൂണിവേഴ്സിറ്റി നടത്തുകയും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പോലീസിനും സർക്കാരിനും കൈമാറുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ
അകാരണമായ ഒരു കാരണത്തിന്റെ പേരിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതടക്കമുള്ള സംശയത്തെ തുടർന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ് നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ശക്തിവേൽ, വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ, അതോടൊപ്പം അധ്യാപകൻ, പരീക്ഷകളിലെ ഇൻവിജിലേറ്റർ കൂടിയായ അധ്യാപകൻ CP പ്രവീൺ അടക്കമുള്ള ആളുകൾ, PR സഞ്ജിത്ത് വിശ്വനാഥൻ എന്നീ 3 ആളുകൾ ഇപ്പോൾ സസ്പെൻഷനിലാണ്. നടപടി കോളേജിന്റെ അന്വേഷണത്തെ തുടർന്ന് ഇപ്പോൾ നടപടി നേരിട്ട് നിൽക്കുകയാണ്. ഇവർക്കെതിരെ പ്രേരണ കുറ്റം ചുമത്താനുള്ള നടപടിയാണ് പോലീസ് നീക്കുന്നത്. അതോടൊപ്പം ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള, എത്രയും വേഗം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. CG ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ ഉൾപ്പെടെ 5 പേർക്കെതിരെ പ്രേരണ കുറ്റം ചുമത്താൻ തീരുമാനം. ജല അതോറിറ്റിയുടെ ഭൂമിയിൽ സ്ഥാപിച്ച ലോ അക്കാദമിയുടെ പ്രധാന കവാടം റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റി. കവാടം പൊളിച്ചുമാറ്റാനായി അക്കാദമിക്ക് അനുവദിച്ച സമയം അവസാനിച്ചതിനെ തുടർന്നാണ് നടപടി. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് നൽകിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലും ബാങ്കും ഒഴിപ്പിക്കുന്നതിനായി നാളെ നോട്ടീസ് നൽകുമെന്ന് തഹസിൽദാർ അറിയിച്ചു. ജല അതോറിറ്റിയുടെ പുറമ്പോക്ക് ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന ലോ അക്കാദമിയുടെ പ്രധാന കവാടമാണ് റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റിയത്. 24 മണിക്കൂറിനകം കവാടം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കളക്ടർ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കവാടത്തിലെ ഗേറ്റ് ഇളക്കി മാറ്റുക മാത്രമാണ് മാനേജ്മെന്റ് ചെയ്തത്. അനുവദിച്ച സമയം അവസാനിച്ച സാഹചര്യത്തിലാണ് റവന്യൂ അധികൃതരുടെ നടപടി. കവാടത്തോട് ചേർന്നുള്ള സെക്യൂരിറ്റി ക്യാബിനും അക്കാദമിയുടെ പ്രധാന ബോർഡും എടുത്തുമാറ്റി. ഇതിന്റെ എല്ലാം ചിലവ് മാനേജ്മെന്റിൽ നിന്ന് ഈടാക്കും. പ്രധാന കവാടം മുതൽ 150 മീറ്ററിലേറെയുള്ള ജല അതോറിറ്റിയുടെ പുറമ്പോക്കാണ് അക്കാദമി കയ്യേറിയിരുന്നത്. അക്കാദമിക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നൽകിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലും ബാങ്കും ഒഴിപ്പിക്കുന്നതിനായി നാളെ നോട്ടീസ് നൽകുമെന്ന് തഹസിൽദാർ KR മണികണ്ഠൻ പറഞ്ഞു. ബാങ്കിന്റെയും ഹോട്ടലിന്റെയും അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് നാളെ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. നിയമപ്രകാരം 14 ദിവസം സമയം നൽകാം. അക്കാദമി പരിസരത്തുള്ള ക്വാർട്ടേഴ്സുകൾ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷം നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് 1 മാസത്തോളം അടഞ്ഞുകിടന്ന ലോ അക്കാദമിയിൽ നാളെ ക്ലാസുകൾ പുനരാരംഭിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാമ്പാടി നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ ഉൾപ്പെടെ 5 പേർക്കെതിരെ പ്രേരണ കുറ്റം ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നു. വൈസ് പ്രിൻസിപ്പാൾ ശക്തിവേൽ ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് എതിരെയാണ് പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വിവരങ്ങളിലേക്ക്. ജിഷ്ണുവിന്റെ മരണം സംഭവിച്ച 37 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ശാസ്ത്രീയമായ തെളിവുകളും മറ്റു വിവരങ്ങളും എല്ലാം ശേഖരിച്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം മുമ്പ് രൂപീകരിച്ച IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഘമാണ് ഇത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ലാബ് പരിശോധനാ റിപ്പോർട്ട് ഫലങ്ങളും എല്ലാം അപഗ്രഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രേരണ അവിടെ നടന്നിട്ടുണ്ട്. ആത്മഹത്യക്കായുള്ള പ്രേരണ നടന്നിട്ടുണ്ട്. ഇല്ലാത്ത ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് ജിഷ്ണുവിനെ സമ്മർദ്ദത്തിലാക്കി കോളേജ് അധികൃതർ എന്നൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രേരണ കുറ്റം ചുമത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. പ്രധാനമായും ആരോപണ വിധേയനായ അന്ന് ജിഷ്ണു പരീക്ഷ എഴുതിയപ്പോൾ അവിടെ ഇൻവിജിലേറ്ററായി ജോലിയെടുത്തിരുന്ന അധ്യാപകൻ CP പ്രവീൺ, അതോടൊപ്പം ജിഷ്ണുവിനെ ഇടിമുറിയിൽ വിളിച്ചു വരുത്തി ശകാരിച്ചു എന്ന് പറയപ്പെടുന്ന വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ എന്നിവരടക്കമുള്ള 5 അധ്യാപകർക്കെതിരെയാണ് ഇപ്പോൾ നടപടിക്ക് ശുപാർശ അല്ലെങ്കിൽ അന്വേഷണ സംഘം ശുപാർശ ചെയ്യുന്നത്. അതോടൊപ്പം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവർ എവിടെയാണ് ഉള്ളത് എന്ന് ഉടനടി കണ്ടെത്തി ഇവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനുമുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് നീക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബവും അതോടൊപ്പം തന്നെ സഹപാഠികളും ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടപ്പാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോളേജ് അധികൃതർ ഈ ഇടിമുറിയിൽ എത്തിച്ച് ജിഷ്ണുവിനെ ശകാരിച്ചിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ വെച്ച് കോപ്പിയിടി ആരോപിച്ച് ജിഷ്ണുവിനെ ശകാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജിഷ്ണുവിനെ സമ്മർദ്ദത്തിലാക്കിയ ആളുകൾക്കെതിരെ പ്രേരണക്കുറ്റം ചുമത്തണം, ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സമരക്കാരുടെ ആവശ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടപ്പാക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ
അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇത്തരത്തിൽ കോളേജിന്റെ വാദം ജിഷ്ണു കോപ്പിയടിച്ചുവെന്നും കോപ്പിയടിക്ക് എതിരെ ശകാരിച്ചപ്പോൾ അതിന്റെ സംഘടനത്തിലാവാം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നായിരുന്നു കോളേജിന്റെ വിശദീകരണമെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസിന്റെയും സർവകലാശാല നിയോഗിച്ച സംഘത്തിന്റെയും അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു കോപ്പിയടി നടന്നിട്ടില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള മൊഴികളും തെളിവുകളുമാണ് പുറത്തു വന്നിരുന്നത്. സർവകലാശാല പരീക്ഷയിൽ കോപ്പിയടി നടന്നിട്ടുണ്ടെങ്കിൽ ആ വിവരം അന്ന് വൈകിട്ട് ഓഫീസ് സമയം കഴിയുന്നതിന് മുമ്പ് സർവകലാശാലയ്ക്ക് രേഖാമൂലം റിപ്പോർട്ട് നൽകണമെന്നാണ് ചട്ടം. എന്നാൽ ജിഷ്ണു കോപ്പിയടിച്ചു എന്നാരോപിക്കപ്പെടുന്ന ജനുവരി 6 നടന്ന പരീക്ഷയിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടില്ല. പാമ്പാടി നെഹ്റു കോളേജിൽ അത്തരത്തിൽ ജിഷ്ണു കോപ്പിയടിച്ചെന്നൊരു സംഭവം ഉണ്ടായതായി യൂണിവേഴ്സിറ്റിക്കും അറിവില്ല. അതോടൊപ്പം യൂണിവേഴ്സിറ്റി അംഗങ്ങൾ, രജിസ്ട്രാറും വൈസ് ചാൻസലറും അടക്കമുള്ള ആളുകൾ യൂണിവേഴ്സിറ്റി കോളേജ് സന്ദർശിച്ച അവിടെ കുട്ടികളിൽ നിന്നും ജിഷ്ണുവിനൊപ്പം പരീക്ഷ എഴുതിയ കുട്ടികളിൽ നിന്ന് എടുത്ത മൊഴിയിലും അവർ ഇത് തന്നെയാണ് പറയുന്നത്. ജിഷ്ണു കോപ്പിയടിക്കാൻ ശ്രമിച്ചിട്ടില്ല. ജിഷ്ണു പേപ്പർ നോക്കി എഴുതിയെന്ന് ആരോപിക്കുന്ന കുട്ടിയും മൊഴി നൽകിയിട്ടുണ്ട്. ആ കുട്ടിയും പറയുന്നത് ജിഷ്ണു തന്റെ പേപ്പർ നോക്കി എഴുതിയിട്ടില്ല, അവിടെ അത്തരത്തിലൊരു കോപ്പിയടി നടന്നിട്ടില്ല എന്നൊരു മറുപടിയാണ് അല്ലെങ്കിൽ മൊഴിയാണ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ ആ വിദ്യാർത്ഥിയും നൽകിയിട്ടുള്ളത്. അതിനുശേഷം നോർത്ത് സോൺ ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥ കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധന നടത്തി പരീക്ഷ എഴുതിയ ഹാളിലും മറ്റും പരിശോധന നടത്തുകയും കുട്ടികളിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. ഈ ഒരു മൊഴിയെടുപ്പിന് ശേഷം നോർത്ത് സോൺ ADGP സുധേഷ് കുമാറും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ പരീക്ഷ നടന്നിരിക്കുന്ന ഹാളിൽ അത്തരത്തിലൊരു കോപ്പിയടി നടത്താവുന്ന ഒരു സാഹചര്യം ഇല്ല, അത്തരത്തിൽ കോപ്പിയടി നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ പ്രാഥമികമായി തെളിയുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കോളേജ് വീണ്ടും പ്രതിസന്ധിയിലായിരുന്നു. ഇല്ലാത്ത ഒരു കാരണത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിക്കുകയും സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന നടപടികൾ കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതോടൊപ്പം ജിഷ്ണുവിന്റെ ശരീരത്തിൽ മുറിവുകൾ ഏറ്റിരുന്നതായുള്ള പരാതികൾ ഉണ്ട്. അത് ബന്ധുക്കളും ജിഷ്ണുവിന്റെ സഹപാഠികളും അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മുറിവുകൾ ശരിവെക്കുന്നതടക്കമുള്ള തെളിവുകൾ CCTV ആദ്യം പുറത്തുവിട്ടിരുന്നു. ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ട വാർത്ത ശരിവെച്ചുകൊണ്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളും പുറത്തു വന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജിഷ്ണു മരിക്കുന്നതിന് മുമ്പാണ് മുഖത്തും മൂക്കിന്റെ പാലത്തിലും പരിക്കുകൾ ഏറ്റിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. ഇത് സംഭവത്തിന്റെ ദുരൂഹത ഏറെ വർദ്ധിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോളേജ് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ ഉൾപ്പെടെ 5 പേർക്കെതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തേക്കും വിവരങ്ങളാണ് ദിൽജിത്ത് നൽകിയത്. കേരളത്തെ കൂടുതൽ വികസനോന്മുഖമാക്കാനും ഡിജിറ്റൽ സംസ്ഥാനമാക്കാനും പ്രവാസികളുടെയും അറബ് ലോകത്തിന്റെയും നിക്ഷേപം ക്ഷണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബഹ്റിനിൽ നടന്ന ബഹ്റിൻ കേരള ബിസിനസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റിൻ സന്ദർശനം ചരിത്ര സംഭവമായപ്പോൾ ആദരിക്കപ്പെട്ടത് കേരളവും മലയാളികളുമാണ്. ഇതാദ്യമായാണ് ഇത്രയും മുതിർന്ന തലത്തിൽ കേരളവും ബഹ്റിനും തമ്മിൽ ആശയവിനിമയം നടക്കുന്നത്. രാജാവും പ്രധാനമന്ത്രിയും ക്രൗൺ പ്രിൻസും മുഖ്യമന്ത്രിയുമായും കേരള പ്രതിനിധി സംഘവുമായും പ്രത്യേകം ആശയവിനിമയം നടത്തി. ബഹ്റിൻ ചരിത്രത്തിൽ ഇത്രയും വിസ്തൃതമായ കൂടിക്കാഴ്ചകൾ മൂവരും നടത്തിയിട്ടില്ല. ബഹ്റിൻ ഭരണകൂടത്തിന്റെ സ്ഥാനക്രമത്തിൽ രാജാവിനും പ്രധാനമന്ത്രിക്കും തൊട്ടുനിൽക്കുന്ന സ്ഥാനമാണ് ക്രൗൺ പ്രിൻസിന്റേത്. സുപ്രധാന ഭരണ തീരുമാനമുണ്ടാക്കുന്ന ക്രൗൺ പ്രിൻസ് കോർട്ടിന്റെ അധിപനും ബഹ്റിൻ രാജാവിന്റെ പുത്രനുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സെയ്ദ് കേരള മുഖ്യമന്ത്രിക്കും പ്രതിനിധി സംഘത്തിനും സന്ദർശനത്തിന്റെ സമാപന ദിവസം വിരുന്നൊരുക്കി. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തെയും ആശ്ചര്യപ്പെടുത്തുന്ന ഊഷ്മളതയും സൌഹാർദ്ദവുമാണ് വിരുന്നിലുണ്ടായത്. പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ആദരിച്ചുകൊണ്ട് അരിവാൾ ചുറ്റികയും ലാൽസലാമും ആലേഖനം ചെയ്ത കേക്കായിരുന്നു വിരുന്നിന്റെ മുഖ്യ ആകർഷണം. ഇന്ത്യയോടുള്ള ബഹ്റിൻ ആദരവ് വ്യക്തമാക്കുന്ന ത്രിവർണ്ണ നിറത്തിലുള്ള കേക്കും കഥകളി ചിത്രം ആലേഖനം ചെയ്ത കേക്കും സ്നേഹോഷ്മളതയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതായിരുന്നു. ബഹ്റിനിലെ മുതിർന്ന മന്ത്രിമാർ മുഖ്യമന്ത്രിക്കൊപ്പം കേക്കിനടുത്ത് നിന്ന് ഫോട്ടോയെടുത്തു. മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് സന്ദർശിച്ചപ്പോൾ അണികൾ മുദ്രാവാക്യം വിളിച്ചതിനെ വിമർശിച്ച് മാധ്യമ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഈ സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്നുറപ്പാണ്. വിരുന്നിനിടെ ക്രൗൺ പ്രിൻസ് കോർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റർ മുഖ്യമന്ത്രി ക്രൗൺ പ്രിൻസിന് സമർപ്പിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉറപ്പു കൈമാറി. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, നളിനി നെറ്റോ, ജോൺ ബ്രിട്ടാസ്, MA യൂസഫ് അലി, രവി പിള്ള, വർഗീസ് കുര്യൻ, സോമൻ ബേബി, അഷ്റഫ് അലി തുടങ്ങിയവരും വിരുന്നിൽ പങ്കെടുത്തു. ബഹ്റിൻ സന്ദർശനവേളയിൽ ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രി സയ്യിദ് അൽ സയാനി മുഖ്യപ്രഭാഷണം നടത്തിയ ബഹ്റിൻ കേരള വ്യവസായ നിക്ഷേപക സമ്മേളനവും കൌതുകകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു.
കേരള വിദേശ വ്യവസായികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു മോഡറേറ്റർ. ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രിയുടെ മുതുമുത്തച്ഛന് ഇന്ത്യയുമായുള്ള ബന്ധം ജോൺ ബ്രിട്ടാസ് വിവരിച്ചത് മന്ത്രിയുടെ കണ്ണ് നനയിച്ചു. ബ്രിട്ടീഷുകാരാൽ നാട് കടത്തപ്പെട്ടയാളായിരുന്നു ബഹ്റിൻ മന്ത്രിയുടെ മുതുമുത്തച്ഛൻ. പ്രവാസവാസത്തിന് അദ്ദേഹം തെരഞ്ഞെടുത്തത് ബോംബെയായിരുന്നു. ബോംബെയിൽ വന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കേസ് നടത്തി. അദ്ദേഹത്തിനായി കേസ് വാദിച്ചതാകട്ടെ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും. കേസിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ നിന്നുള്ള ഈ ഏട് ജോൺ ബ്രിട്ടാസ് അനുസ്മരിച്ചപ്പോൾ ബഹ്റിൻ മന്ത്രിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്.